الحمد لله الحمد لله الحمد لله الملك الديان الحنان المنان واهب الجود والكرم والفضل والإحسان خالق الخلق غني عن المشير والأعوان أخرجكم من بطون أمهاتكم لا تعلمون شيئا وجعل لكم السمع والأبصار والأفئدة وهو قديم الإحسان أوجد الكل بعلمه وسيرهم تحت قهره وحكمه وإن من شيء إلا يسبح بحمده وهو سبوه المسبح بكل لسان اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله وأفوض أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا حبيبنا يا رسول الله بلغت الرسالة وأديت الأمانة ونصحت الأمة وكسبت الغمة وجاهدت في سبيل ربك حق جهاده وعبدت ربك حتى أتاك اليقين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى صدق الله مولانا العلي العظيم وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين صدق رسوله النبي المصطفى الأمين
عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم. في قاب قوسين دنا أو أقربا من عنده هذا النبي المجتبى فرآه عينا وفؤادا مرحبا فسقاه كأس محبة تسليما صلوا عليه وسلموا تسليما وعليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبا يا رسول الله من عند ذا العاصي صلاة الله معها تحيته سلام الله إجلال قدرك عاشقا تضخيما صلوا عليه وسلموا تسليما. സമാദരണീയനും ബഹുമാന്യനുമായ ആദരണീയനായ പണ്ഡിതൻ, ഈ സദസ്സിന്റെ മുഖ്യ സംഘാടകൻ കൂടിയായ ബഹുമാന്യനായ അബ്ദുൽ നാസർ സഈദി, ബഹുമാന്യരായ ആദരണീയനായ നമ്മുടെ കർമ്മനിരതനായ MLA, എന്റെ സജീവമായ സാന്നിധ്യം കൊണ്ട് നിയമസഭയിൽ ശ്രദ്ധേയനായ ബഹുമാന്യനായ സി മമ്മൂട്ടി MLA, ആദരണീയരായ ബഹുമാന്യനായ മഹല്ല് പ്രസിഡന്റ്, ബഹുമാന്യനായ കുഡു അബ്ബാസ് ഹാജി, പ്രിയ സുഹൃത്ത് മുഹമ്മദ് അലി അൻവരി, ബഹുമാന്യനായ ഷറഫ് PA, ആദരണീയനായ ഇബ്രാഹിം ഹാജി, ബഹുമാന്യ സുഹൃത്ത് ബഹുമാന്യനായ ഡോക്ടർ ജയകൃഷ്ണൻ, പ്രിയ സുഹൃത്ത് ഫേമസ് സിദ്ദീഖ് ഹാജി, ഈ വേദിയിൽ ഉപവിഷ്ടരായ ആദരണീയരായ മഹത് വ്യക്തിത്വങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ റബീഇന്റെ തിരുവസന്തത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ നാം ഏവരെയും അല്ലാഹു അവന്റെ സ്വർഗത്തിലും ഇതേപോലെ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മോട് വസിയ്യത്ത് ചെയ്തവർ, ഇൽമിന്റെ വഴികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ, നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ, എല്ലാത്തിലുമുപരി ഈ പരിപാവനമായ മജ്ലിസുൽ ഇൽമിന്റെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തിയ അഭിവന്ദ്യരായ നമ്മുടെ ഗുരുനാഥന്മാർ, എല്ലാവരുടെയും കബറിടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. പരലോക ജീവിതം സുഖത്തിലും സമാധാനത്തിലും സന്തുഷ്ടിയിലും സംതൃപ്തിയിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഹബ്ബ് റസൂൽ പ്രഭാഷണത്തിൽ മുത്തുനബി സ്നേഹത്തിന്റെ തിരുവസന്തം എന്ന ശീർഷകത്തിന്റെ കീഴിൽ ഈ തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്ക് നിറഞ്ഞു കവിഞ്ഞൊടുങ്ങിയ പ്രിയ സഹോദരങ്ങൾ, പ്രവാചക സ്നേഹികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല
എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാകട്ടെ. ഇന്ന് അവസാനം ഇൻഷാ അല്ലാഹ് ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലി ഈ തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ പ്രവാചക സ്നേഹത്തിന് അനുരാഗത്തിന് അലയൊലികൾ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ നാവുകളിലൂടെ അലഞ്ഞൊടുക്കുമ്പോൾ ഇന്ന് ഈ സദസ്സിന്റെ അവസാനം നാം എല്ലാവരും ഒരേപോലെ എഴുന്നേറ്റ് നിന്ന് അങ്ങകലെ വിശുദ്ധമായ റൗള ശരീഫിലേക്ക് ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ഈ പാതിരാവിന്റെ നിശബ്ദതയിൽ അനുരാഗത്തിന്റെ ആന്തോളനങ്ങളുടെ അനിർവചനീയമായ അനുഭൂതിയിൽ അലിഞ്ഞു ചേർന്ന് ആത്മാവിന്റെ അത്യുന്നതമായ ഭാഷയിൽ വിശുദ്ധമായ റൗളയിലേക്ക് പറയുമ്പോൾ ഈ ദുആ മജ്ലിസിൽ പങ്കെടുക്കാൻ, അവസാനം നടക്കുന്ന ദുആ മജ്ലിസിൽ പങ്കെടുക്കാൻ ഈ ജില്ലയുടെ സമീപ ജില്ലകളുടെ കേരളത്തിന്റെ 14 ജില്ലകളിൽ നിന്ന് ഇവിടേക്ക് ഒഴുകിയെത്തിയ ഒരു വലിയ ജനസഞ്ചയമാണിത്. സംഘാടകർക്ക് ഒരുക്കാൻ കഴിയുന്ന സൗകര്യത്തിന്റെ പരമാവധി സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ടെങ്കിലും അതെല്ലാം നിറഞ്ഞു കവിഞ്ഞ ആളുകൾ ഇരിക്കാൻ പോലും നിൽക്കാൻ പോലും ഇടമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ഇനി ഈ സദസ്സിൽ ഇരിക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഗ്യാലറിയുടെ ഭാഗത്ത് ഒരൽപ്പം സ്ഥലം മാറ്റിയുണ്ട്, അവിടേക്ക് പോയി ഇരിക്കാനുള്ള സൗകര്യവും കൂടി ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹ് ഏറ്റവും അവസാനം നമ്മുടെ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം നടക്കുന്ന ഈ ഹുബ്ബുർ റസൂൽ പ്രഭാഷണം കേരളത്തിലെ ഏറ്റവും വലിയ ഹുബ്ബുർ റസൂൽ പ്രഭാഷണമായി ഈ സദസ്സ് സ്ഥാനം പിടിക്കുകയാണ്. അല്ലാഹു അതിനെ സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല 10,000-കണക്കിന് യുവാക്കളുടെ പ്രവാചക അനുരാഗത്തിന്റെ ഏറ്റവും വലിയ സമ്മേളനമായി കഴിഞ്ഞ വർഷം പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിലും ഇപ്രാവശ്യം തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലും നാട് മാറിയാലും നഗരി മാറിയാലും നാഗരികത മാറിയാലും ഈ സദസ്സിലേക്ക് അവിശുദ്ധ വിശുദ്ധമായ പ്രവാചക പ്രേമത്തിലേക്ക് ഒഴുകിയെത്തുന്ന ഈ വിശ്വാസികളുടെ സമൂഹം അൽഹംദുലില്ലാഹ് കേരളത്തിലെ ഏറ്റവും വലിയ ഹുബ്ബുർ റസൂൽ പ്രഭാഷണമായി ഈ സദസ്സ് മാറുകയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇത് മറ്റൊന്നുകൊണ്ടുമല്ല, ഇവിടേക്ക് വന്ന് സലാത്ത് ചൊല്ലി ദുആ ചെയ്യുമ്പോ ആത്മാവിനും മനസ്സിനും ഉണ്ടാകുന്ന ആത്മനിർവൃതി അത് അനുഭവിച്ചറിഞ്ഞ ഒരു ജനസഞ്ചയത്തിന്റെ ഒഴുക്കാണിത്. റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം വരെ ഓരോ വർഷം കഴിയുന്തോറും ഇത് ചരിത്രത്തിന്റെ ഒരു ഭാഗമായി മാറുകയാണ്. കഴിഞ്ഞ വർഷത്തിന്റെ അധികം ആളുകൾ ഈ വർഷം കൂടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആൾക്കൂട്ടം മാത്രമല്ല, ഇന്നലെ നാം ഒരു ദൃഢപ്രതിജ്ഞ ചെയ്തതുപോലെ നമ്മുടെ മാനസിക ജീവിതത്തിന്റെ ചില വൃത്താന്തങ്ങളുടെ വഴിത്തിരിവിന് കൂടി ഇത് കാരണമാകുമാറാകട്ടെ എന്ന ഒരൊറ്റ ദുആയോടുകൂടി ധാരാളം ആളുകൾ അബ്ദുൽ നാസർ സഅദി ഒരു മണിക്കൂറായിട്ട് ലിസ്റ്റ് വായിക്കുകയാണ്. അവസാനം 6666 സ്വർണ്ണാഭരണങ്ങളായി ധാരാളം ആളുകൾ അവരുടെ ആഗ്രഹങ്ങളുമായി ഈ സദസ്സിലേക്ക് സദക്ക നൽകിയിട്ടുണ്ട്. ഞാൻ താമസിച്ച ഹോട്ടലിൽ എന്നെ കാണാൻ നേരിട്ട് വന്ന സംഘടനകൾ പൊട്ടിക്കരഞ്ഞ് പറഞ്ഞവരുണ്ട്. എല്ലാവരുടെയും എല്ലാ ദുഃഖങ്ങളും മാറാൻ അവസാനത്തെ സലാത്തിൽ നാം എല്ലാവരും ബഹുമാനരായ പണ്ഡിതരുണ്ട്. നാം ഒരു സ്വലാത്തിന്റെ മജ്ലിസ് ഇൻഷാ അല്ലാഹ് അവസാനം ശറഫുൽ അനാ മൗലിദിന്റെ അവസാന ഭാഗം സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ നിന്ന് പിരിയും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുവരെ എല്ലാരും ഉണ്ടാവൂലേ? ഉറപ്പ്? ചോദിക്കാൻ കാരണമുണ്ട്. അതുവരെ എല്ലാവരും ഉണ്ടാവൂലേ? അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കൈവക്ക്. അവസാനം ഒരു മൗലിദിന്റെ അവസാന ഒക്കെ താത്തരുത്, പൊക്കി വെക്ക്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഞാനിത് പറയാൻ കാരണം ഇന്നലെ ദുആ പകുതിയായപ്പോ ആളുകൾ മെല്ലെ എഴുന്നേക്കാൻ തുടങ്ങി. വേറൊന്നുമല്ല, ആദ്യം വണ്ടി എടുത്തിട്ട് പോയാൽ പെട്ടെന്ന് പോകാം, അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ. ഇന്നലെ ഇവിടെ നിന്ന് എല്ലാ ബസ് വണ്ടിയും പോയി കഴിഞ്ഞപ്പോ 2.5 മണിക്കൂർ കഴിഞ്ഞു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പുറത്തു കിടക്കാനുള്ള ഒരു വ്യഗ്രത അത് ഇന്ന് പാടില്ല. ഇന്ന് സലാത്തിന്റെ സദസ്സാണ്. ഇന്നൊരൽപ്പം നമുക്ക് താമസിച്ചാലും ഇൻഷാ അല്ലാഹ് നിങ്ങളെക്കാളൊക്കെ ക്ഷീണമുള്ളത് എനിക്കാണ്. എന്റെ സ്ഥിരം രാത്രിയിലെ പ്രോഗ്രാം ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ആകെ ഇന്നോടുകൂടി നിങ്ങളുടെ തീർന്നു. ഞാൻ നാളെ വീണ്ടും കോഴിക്കോടേക്ക്. അപ്പൊ ഏറ്റവും ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളത് എനിക്കാണ്. നേരത്തെ ഇറങ്ങണമെങ്കിൽ ഇറങ്ങേണ്ടത് ഞാനാണ്. ഞാൻ ഇത്രയും ബുദ്ധിമുട്ട് സഹിച്ചിരിക്കുമ്പോ നിങ്ങൾ പെട്ടെന്നൊന്ന് റോഡ് കടന്നു പോകാനുള്ള ആഗ്രഹമുണ്ടോ പോകുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രവാചക സ്നേഹത്തിന് നിരക്കുന്നതല്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഇൻഷാ അല്ലാഹ് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ എങ്ങനെയാണ് സ്നേഹിച്ചത്, നാം തിരിച്ച് എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എന്ന അനുരാഗത്തിന്റെ ആത്മീയ രാഗത്തിന്റെ വടിയിലേക്ക് നാം മെല്ലെ ഇറങ്ങുകയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ പറ. എന്നിട്ട് ആദ്യം ഇൻഷാ അല്ലാഹ് എല്ലാവരും കൂടെ ഒരു 3 സലാത്ത് ചൊല്ലിയിട്ട് വിഷയം നമുക്ക് തുടങ്ങും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് എല്ലാ സമയത്തും ഇടയ്ക്കിടയ്ക്ക് ഞാൻ സലാത്ത് ചൊല്ലും. കാരണം ലക്ഷക്കണക്കിന് സലാത്ത്, 1 കോടി സലാത്ത് ഇന്ന് ചെല്ലണം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് 3 ഒക്കെ വെച്ച് ചെയ്താൽ ഏതാണ്ട് ആ എണ്ണം എത്തും. പിന്നെ സലാത്ത് കഴിയാതെ ആരും പോകരുത് എന്ന് പറഞ്ഞത് MLAക്ക് ബാധകമല്ല. അദ്ദേഹത്തിന് നാളെ നിയമസഭയുള്ളത് കൊണ്ട് നേരത്തെ പോകൂ ഉസ്താദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ തിരക്കുകൾ പലപ്പോഴും ഞാനൊരു പ്രസംഗത്തിൽ കയറുമ്പോൾ MLA എന്നോട് പറഞ്ഞു, ഉസ്താദെ 40 സ്റ്റേജുകളിൽ കല്യാണം, മരിപ്പ്, അവിടെയൊക്കെ പോയിട്ടാണ് ഇന്ന് വരിക. അവരുടെ ബുദ്ധിമുട്ട് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഒരിടത്ത് പോയില്ലെങ്കിൽ പിന്നെ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ട് ചെയ്യത്തില്ല. പിന്നെ അവിടെ എതിരാളികളാകും. അവരുടെ കഷ്ടപ്പാടുകളൊന്നും ആരും ചിന്തിക്കാറില്ല. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ നാട്ടിലെ, ഭരിക്കുന്ന നാട്ടിലെ തൊഴിലാളികൾ പാലം കെട്ടാൻ വേണ്ടി കല്ല് ചുമക്കുകയാണ്. അത് കണ്ട ചർച്ചിൽ ചോദിച്ചു അത്രേ, ഇത് വിൻസ്റ്റൺ ചർച്ചിലാണെന്ന് തൊഴിലാളികൾക്കറിയില്ല, ഞാനും കൂടി നിങ്ങളെ ഒന്ന് സഹായിക്കട്ടെ. അങ്ങനെ അദ്ദേഹത്തിന്റെ തലയിൽ കരിങ്കല്ല് വെച്ചു കൊടുത്തു. അവസാന ചുമന്നു കഴിഞ്ഞിറങ്ങുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ വിൻസ്റ്റൺ ചർച്ചിലാണ് എന്ന്. അങ്ങനെ ഒരു കഥ ചർച്ചിലിനെ കുറിച്ച് പറഞ്ഞു കേൾക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനയുടെ പുനർനിർമ്മാണത്തിന് ഖന്തക്കിൽ കിടങ്ങു കുടിക്കുമ്പോ തന്റെ അനുയായികളുടെ കൂടെ വയറ്റിൽ കല്ല് വെച്ച് വെട്ടി അവരുടെ കൂടെ രാഷ്ട്ര പുനർനിർമ്മാണത്തിന്റെ പ്രക്രിയയിൽ പങ്കാളിയായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലൊരു പ്രധാനമന്ത്രിയെ, പ്രവാചകനെ, പ്രസിഡന്റിനെ ലോകം കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ട പണ്ഡിതൻ അല്ലാമ അബുൽ ഹസൻ അലി അൻ-നദവി സാഹിബിനോട് ഇന്ദിരാഗാന്ധി പറഞ്ഞു അത്രേ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ആ സമയത്ത് അല്ലാമ അബുൽ ഹസൻ അലി അൻ-നദവി സാഹിബ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പേരെടുത്ത് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതില്ല. എല്ലാ രാത്രിയിലും തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ നീതിമാരായ ഭരണാധികാരികൾക്ക് നന്മ കൊടുക്കണേ എന്ന് ഞാൻ ദുആ ചെയ്യാറുണ്ട്. നിങ്ങൾ ഇനി ഒരു നീതിമാനായ ഭരണാധികാരിയായാൽ മതി, എന്നാൽ എന്റെ ദുആയിൽ നിങ്ങൾ ഉൾപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട അല്ലാമ അബുൽ ഹസൻ അലി അൻ-നദവി സാഹിബ് പറഞ്ഞു. എല്ലാ നീതിമാനായ ഭരണാധികാരികൾക്കും വേണ്ടി ഞാനും ദുആ ചെയ്യാറുണ്ട്. അതിൽ ഉൾപ്പെടാൻ നമ്മുടെ MLAക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി നീതിയോടെ ജനം വിശ്വസിച്ചേൽപ്പിച്ച ദൗത്യത്തെ പ്രശംസനീയമായി ഇതുവരെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അതിന് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കുന്നതിനോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല, പ്രപഞ്ചസിദ്ധാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച ഏറ്റവും വലിയ അനുരാഗത്തിന്റെ ഒരു പാഠം നമുക്ക് ഹുബ്ബ് പഠിപ്പിച്ചു തന്നത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആദ്യമായി ഈ അഖില ലോക ബ്രഹ്മാണ്ഡ കടാഹത്തെ സൃഷ്ടിക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ആദ്യമായി ഞാൻ സൃഷ്ടിച്ചത് എന്റെ പ്രവാചകന്റെ നൂറാണ് എന്ന് തീരുമാനിക്കപ്പെടുമ്പോൾ തന്നെ ഈ അഖില ലോക ബ്രഹ്മാണ്ഡ കടാഹത്തിന്റെ സൃഷ്ടിപ്പിന് തുടക്കം കുറിക്കുമ്പോ ഈ പ്രപഞ്ചത്തിലെ ആദ്യത്തെ സൃഷ്ടിപ്പ് തന്നെ എന്റെ പ്രിയപ്പെട്ട ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒളിമങ്ങാത്ത പ്രകാശത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ചതെങ്കിൽ ആ സൃഷ്ടിപ്പ് തന്നെ അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള അദമ്യമായ അനിർവചനീയമായ അനുരാഗത്തിന്റെ അടയാളമാണെങ്കിൽ പിന്നീട് എപ്പോഴും 1,24,000-ൽ പരം വരുന്ന പ്രവാചക ശൃംഖലയ്ക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തേക്ക് അവതരിപ്പിക്കുമ്പോ ആദ്യമായി പടച്ച പ്രവാചകനെ, ആദ്യമായി സൃഷ്ടിച്ച പ്രവാചകനെ ആദ്യത്തെ പ്രവാചകനായി അവതരിപ്പിക്കുകയല്ല,
ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രകാശത്തെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് 1,24,000 പോരം വരുന്ന പ്രവാദന വീതികളിൽ പ്രബോധനത്തിന്റെ ദൗത്യവുമായി വന്ന് പ്രവാചക ശൃംഖലയെ സൃഷ്ടിച്ച് ഏറ്റവും അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ലോകത്തിന് മാത്രം പ്രവാചകനായിട്ടല്ല വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ സർവലോകത്തിനും സർവകാലത്തിനും എല്ലാ ലോകത്തിനും ഏറ്റവും വലിയ അനുഗ്രഹമായ ഹബീബായ മുത്തിനെ സൃഷ്ടിച്ചുവിട്ട് കാലത്തിനും കോലത്തിനും അതീതമായി ദിക്കുകൾക്കപ്പുറം ദിശകൾക്കപ്പുറം വർത്തമാനകാലത്തിന്റെയും ഭൂതകാലത്തിന്റെയും എല്ലാ കാലഘട്ടങ്ങൾക്കും അതിർവരമ്പുകളെയും ലംഘിച്ചുകൊണ്ട് അള്ളാന്റെ റസൂലിനെ അവതരിപ്പിക്കുകയാണ് ഹബീബായ നബിയെ. അങ്ങാരാന്നറിയുമോ? അങ്ങൊരു ദേശത്തിന്റെ അല്ല, ഒരു വർഗത്തിന്റെ അല്ല, ഒരു കാലത്തിന്റെ അല്ല, ഒരു ലോകത്തിന്റെ അല്ല. ഇതേവരെ മനുഷ്യൻ കാണുകയും കാണാത്തതിരിക്കുന്ന ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും നേതാവായി ഞാൻ അങ്ങ് അയക്കുകയാണ് തിരുദൂതരെ. ലാ നബിയ ബഅദി, എനിക്ക് ശേഷം ഇനി ഒരു പ്രവാചകനില്ല. ഇത് അവസാനത്തെ കണ്ണിയാണ്, ഇത് അവസാനത്തെ കണ്ണിയാണ്. ഇനി അതിനുശേഷം ഒരു പ്രവാചകൻ വരാനില്ല. കാരണം ആ പ്രവാചകന് തത്തുല്യമായ സ്വഭാവ സവിശേഷതകളുള്ള ഒരു മനുഷ്യൻ ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടില്ല എന്നിരിക്കെ തന്നെ അല്ലാഹുവിന്റെ റസൂലിന് ശേഷം ഒരു പ്രവാചകൻ വരണമെങ്കിൽ അതിനേക്കാൾ മികച്ച ഒരു വ്യക്തിത്വമാകണമെന്നിരിക്കെ അതുപോലൊരു മനുഷ്യന് ലോക ചരിത്രത്തിൽ ഇതേവരെ പ്രസവിക്കപ്പെട്ടിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാന പ്രവാചകനായി അല്ലാഹുവിന്റെ റസൂലിനെ അയച്ചത് തന്നെ ഏറ്റവും വലിയ അനുരാഗത്തിന്റെ തെളിവാ. ആദ്യം പടച്ചത് ആ പ്രവാചകന്റെ പ്രകാശത്തെ, അവസാനം അയച്ചത് ആ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രഖ്യാപിച്ചു ഇനിയില്ല, ഇത് പൂർത്തീകരണമാണ്, ഇത് അവസാനത്തേതാണ്, ഇനി ഇതിന് പകരം വെക്കാൻ ലോകത്തൊരു പ്രവാചകനില്ല എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധമായ ഖുർആൻ കയ്യിൽ കൊടുത്ത് ഹിറാ ഗുഹയുടെ ഉള്ളിൽ നിന്ന് അന്ധകാരത്തിന്റെ വെളിച്ചത്തിലേക്ക്, വെളിച്ചത്തിന്റെ മേൽ വെളിച്ചമായി വിശുദ്ധമായ ഖുർആൻ എന്ന ലോക ചരിത്രത്തെ അതിജയിക്കാൻ കഴിഞ്ഞ മോചിതത്വം കയ്യിൽ കൊടുത്ത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവതരിപ്പിക്കപ്പെടുമ്പോ ഈ ലോകത്തേക്ക് കടന്നുപോയില്ല നബിയെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ ഖുർആൻ കൊടുത്തിട്ട് അള്ളാഹു ആ മോചിതത്തിനെ കുറിച്ച് പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇലത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫീ സുദൂർ. നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനമായി സാന്ത്വനമായി ഇതാ ഖുർആനിനെ ഞാൻ കൊടുത്തു വിട്ടിരിക്കുകയാ എന്ന് മാത്രമല്ല ആ പ്രവാചകനെ ഈ ലോക ചരിത്രത്തിലേക്ക് പറഞ്ഞുവിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം പ്രവാചകരെ ലോകത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആ പ്രവാചകരെ അല്ലാഹു പേര് വിളിച്ചിട്ടാണ് അഭിസംബോധന ചെയ്തത്. യാ ആദമുസ്കുൻ അൻത വ സൗജുകൽ ജന്നാ. ഓ ആദമേ, ഓ ആദമേ, ഓ ആദമേ എന്നാണ് അല്ലാഹു വിളിച്ചത്. അതിനുശേഷം അല്ലാഹു വിളിച്ചു യാ നൂഹ്, ഏ നൂഹേ, നൂഹേ, നൂഹേ പേര് ചൊല്ലിയാണ് അല്ലാഹു വിളിച്ചത്. യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ. യഹ്യാ നബിയെ വിളിച്ചതും അല്ലാഹു പേര് ചൊല്ലിയാണ് വിളിച്ചത്. ഈസാ നബിയെ വിളിച്ചത് യാ ഈസാ ഇന്നി മുതവഫീക വ റാഫിഉക ഇലയ്യ വ മുതഗ്ഹിറുക. നിന്നെ ഞാൻ പേര് ചൊല്ലിയാണ് ഈസാ നബിയെ പോലും അല്ലാഹു വിളിച്ചത്. മൂസാ നബി അല്ലാഹു വിളിച്ചത് അങ്ങനെയാ, യാ മൂസാ ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ. ഓ മൂസാ, ഓ മൂസാ എന്നല്ലാഹു സുബ്ഹാനഹു വ തആല പേര് ചൊല്ലി വിളിക്കുമ്പോ ബഹുമാനപ്പെട്ട ഖലീലായ ഇബ്രാഹിം നബി വിളിച്ചത് അങ്ങനെയാ, യാ ഇബ്രാഹിം അഅരിദ് അൻ ഹാദാ. ഇബ്രാഹിം എന്ന് വിളിക്കുമ്പോ ആദം നബിയെ പേര് ചൊല്ലിയാ വിളിച്ചിട്ടുള്ളത്. ആദം നബിയെ മാത്രമല്ല, നൂഹ് നബിയെ, ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയെ, ഈസാ നബിയെ, മൂസാ നബിയെ അല്ലാഹു പേര് ചൊല്ലി വിളിച്ചപ്പോ ഖുർആനിലെ 6666 ആയത്തുകള് ഇതേവരെ
ഹബീബായ നബി തങ്ങളെ അല്ലാഹു പേര് ചൊല്ലി വിളിച്ചിട്ടില്ല. യാ മുഹമ്മദ്, യാ മുഹമ്മദ്, യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. പിന്നെ വിളിച്ചത് എങ്ങനെയെന്നറിയോ? അനുരാഗത്തിന്റെ അല്ലാഹു പ്രവാചകനെ സ്നേഹിച്ചത് ഇങ്ങനെയാ. യാസീൻ, ത്വാഹ, ഹാമീം. യാസീനായ നബിയേ, ഹമീമായ നബിയേ, ത്വാഹയായ നബിയേ, താസീനായ നബിയേ, യാ അയ്യുഹൽ മുസമ്മിൽ, പതപ്പ് മൂടി കിടക്കുന്നവരെ, യാ അയ്യുഹൽ മുദ്ദസിർ. അല്ലാഹുവിന്റെ അനുരാഗത്തിന്റെ, പടച്ച തമ്പുരാന്റെ അനുരാഗത്തിന്റെ തെളിവായി ഇന്നേ വരെ വിശുദ്ധമായ ഖുർആനിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പേര് ചൊല്ലി വിളിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല ആ പ്രവാചകന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ. അനുരാഗത്തിന്റെ, അല്ലാഹു സ്നേഹിച്ച അനുരാഗത്തിന്റെ തെളിവായി വമാ യൻതിഖു അനിൽ ഹവാ, അങ്ങ് നാവ് കൊണ്ട് കള്ളം പറയില്ല നബി, വഹി മാത്രമേ പറയൂ. അല്ലാഹുവിന്റെ റസൂലിനെ നാവിനെ കുറിച്ച് ആ പ്രവാചകന്റെ ഹൃദയത്തെ അല്ലാഹു എടുത്തു പറയുകയാ. മാ കദബൽ ഫുആദു മാ റആ, മാ കദബൽ ഫുആദു മാ റആ. ആ ഹൃദയം ഇതേവരെ കള്ളം പറഞ്ഞിട്ടില്ല. അലാ ഖൽബിക്, അലാ ഖൽബിക്, അങ്ങയുടെ ഹൃദയത്തിലാണ് നബിയെ ഞാൻ ഖുർആനിനെ ഇറക്കിയത്. അനുരാഗത്തിന്റെ അവസാന വാചകമായി ആ പ്രവാചകന്റെ മുഖത്തെ ഫലനുവല്ലിയന്നക കിബിറത്തൻ തറവാഹ ഫവല്ലി വജ്ഹക ശത്റ മസ്ജിദുൽ ഹറാം. ഓ നബിയേ, അങ്ങയുടെ മുഖം ആകാശത്തേക്ക് തിരിച്ചു വെക്കണ്ട, അങ്ങ് ആഗ്രഹമുള്ളിടത്തേക്ക് തിരിഞ്ഞു നിൽക്കാൻ പറയുമ്പോ ആ പ്രവാചകന്റെ മുഖത്ത്, ആ പ്രവാചകന്റെ ഹൃദയത്തെ, ആ പ്രവാചകന്റെ നാവിനെ എന്ന് മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേവരെ ഒരാളുടെ ആയുസ്സിനെ പിടിച്ചു സത്യം ചെയ്തിട്ടില്ല. നന്നായിട്ടറിയണം, അല്ലാഹു പ്രവാചകനെ സ്നേഹിച്ചത് എങ്ങനെയാ. ഇതേവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ ആയുസ്സിനെ പിടിച്ചുള്ള സത്യം ചെയ്തിട്ടില്ല. പക്ഷേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയുസ്സിനെ പിടിച്ചിട്ട് ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ, അങ്ങയുടെ ആയുസ് തന്നെയാണ് സത്യമെന്ന് ആയുസ്സിനെ പിടിച്ചുപോലും സത്യമിട്ട് അല്ലാഹു ലോകത്തോട്ട് അവതരിപ്പിച്ച പ്രവാചകന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ നാവ്, ഹൃദയം, മുഖം, കയ്യ്, കണ്ണ് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്നേഹത്തിന്റെ അടയാളമായി വിശുദ്ധമായ ഖുർആനിലൂടെ അവതരിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള ബോധം നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. മൈക്ക് ഇത്തിരി സൗണ്ടും കൂടെ കൊടുത്ത വിനീത് കൂട്ടി വെക്കണം മോനെ, നീ എന്തിനാ കൈവറക്കണത്? പോരെ, ഈ ഗുമ്മ പോരെ, അറ്റും കൂടെ വേണം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒന്നുകൂടി നീ കണ്ണടച്ചിട്ട് ആ ബട്ടണിൽ പിടിച്ച് തിരിക്കും. കണ്ണടക്ക്, ഒരാളെ ഓർക്കരുത്. ഇതെന്താ ഇടയ്ക്കിടയ്ക്ക് പൊട്ടണ? അച്ചടം എടുക്കണ്ട. ഇത് രണ്ടും ഒരേ സമയത്ത് നടക്കണം, അതാണ് അതിന്റെ കഥ. ഇത് രണ്ടും ഒരേ സമയത്ത് നടക്കേണ്ടത്. അൽഹംദുലില്ലാഹ്, തിരൂരിലെ ചെറുപ്പക്കാരെ, നിങ്ങളുടെ മുമ്പിൽ ഞാൻ അഭിമാനത്തോടെ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവാചക സ്നേഹികളാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഒരു ഭാഗത്ത് അനാചാരത്തിന്റെ പേക്കൂത്ത് നടക്കുമ്പോൾ അതിൽ നിന്ന് നിന്റെ ഹൃദയത്തെ മാറ്റി സ്വലാത്തിന്റെ ഈ സദസ്സിലേക്ക് നിനക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാട്ടിലെ ജനത എഴുതിത്തള്ളേണ്ടവരല്ല, ഈ ചെറുപ്പക്കാർ അങ്ങനെയൊന്നുമുള്ളവരല്ല എന്നതിന്റെ അടയാളം ഈ സദസ്സ് തന്നെയാണ്. അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. ആമീൻ പറ. അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിനെ അലം നശ്റഹ് ലക സദ്റക്. ഇത്ര അനുരാഗമാണ്. അല്ലാഹു ഒരു പ്രവാചകന്മാരുടെ ഈ നാവോ ഹൃദയമോ കാലോ ഒക്കെ പറഞ്ഞിട്ടില്ല. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
ഖുർആൻ തന്നെ ആ അനുരാഗത്തിന്റെ ഏറ്റവും വലിയ തെളിവാ. ആ ഹുബ്ബ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഉണ്ടാക്കണം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ നബിയെ, അലം നശ്റഹ് ലക സദ്റക്, അങ്ങയുടെ നെഞ്ചിനെ ഞാൻ വിശാലമാക്കി തന്നില്ല നബിയെ. ആ നെഞ്ചും ഖുർആന്റെ പരാമർശ വിധേയമായി. എന്ന് മാത്രമല്ല ഓ നബിയെ, അങ്ങ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയാലും വറഫഇനാ ലക ദിക്റക, അങ്ങ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയാലും അങ്ങയുടെ നാമം ഈ ലോകത്ത് സ്മരിക്കപ്പെടും നബിയെ എന്ന ആയത്തിന്റെ അതേ അർത്ഥമാണ് ഈ തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വറഫഇനാ ലക ദിക്റക, അങ്ങയുടെ നാമം ഇതാ ഉയർത്തപ്പെടുന്ന നബിയെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങയുടെ നാമം ഇവിടെ ഉയർത്തപ്പെടുകയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആ നാമം ലോകത്ത് 24 മണിക്കൂറും ഏതെങ്കിലും ഒരാളുടെ പേര് കൃത്യമായി ഈ അന്തരീക്ഷ വായുവിൽ മുഴങ്ങി കേൾക്കുന്നതെങ്കിൽ അതെന്റെയും നിങ്ങളുടെ ഈ നേതാവ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ 24 മണിക്കൂറും ഓരോ മിനിറ്റ് വെച്ച് ഈ അന്തരീക്ഷത്തിൽ ഏതെങ്കിലും ഒരു നേതാവിന്റെ പേര് പറയപ്പെടുന്നതെങ്കിൽ അതാരുടെ പേരാ? മോനെ, നീ ആ പ്രവാചകൻ അനുയായിയാണ്, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. കാരണം എന്താ? ഇതിന് ഒരു ഏറ്റവും വലിയ പ്രത്യേകതയുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നലെ ബക്കറ്റ് പിരിവ് എല്ലായിടത്തും എത്താൻ പറ്റിയില്ല. അതിനിപ്പുറം സദസ്സ് തീർന്നു. 1.5 മണിക്കൂർ കൊടുത്തിട്ട് എല്ലായിടത്തും എത്താൻ പറ്റിയില്ല. ഇന്ന് നേരത്തെ തന്നെ തുടങ്ങും. എന്നാലേ ഒരു 2.5 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഏതായാലും ഇതൊരു സിനിമാ നടനെ കാണാനൊന്നും അല്ല. ഇതൊരു ഒരു മൊയ്ലിയാരുടെ വാക്കവിയുടെ അല്ല. എല്ലാരും അടിച്ചു തടിച്ചു മാറ്റിയിടുന്ന ഒരു മൊയ്ലിയാരുടെ 2 മണിക്കൂർ വാക്ക് കേൾക്കാനുള്ള ജനക്കൂട്ടമാണിത്. അള്ളാഹു നിലനിർത്തി തരട്ടെ. ഇത് ശ്വേതാമേനോനെ കാണാനുള്ള തിരക്കൊന്നും അല്ല. ഇതാരെ കാണാനുള്ള തിരക്ക്? ഇത് ആരെ കേൾക്കാനുള്ള തിരക്കാ? അഹമ്മദ് കബീർ വാക്കവി അല്ല കുട്ടിയെ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേൾക്കാനുള്ള തിരക്കാണിത്. ഇത് ശ്വേതാമേനോ വന്നതൊന്നും അല്ലല്ലോ. അങ്ങനെയാണ് പിന്നെ വള്ളംകളിമാര് നടന്നത്. അതിപ്പോ തൊട്ടു പിടിച്ചു എന്നുള്ളതൊന്നും ഒരു വലിയ വിഷയമല്ല. നല്ല കരിമീൻ പൊരിച്ചിട്ട് പൂച്ചയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് അള്ളാണ് ഇത് തിന്നരുതെന്നാ പൂച്ച തിന്നായിരിക്കില്ല. മാനമര്യാദക്കൊക്കെ നടന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അനാചാരത്തിനെതിരെയാണ് പോരാടിയത്. സ്ത്രീയുടെ മാന്യമായ വേഷവിധാനങ്ങൾക്ക് വേണ്ടി, അവളുടെ ഇടപെടലുകൾക്ക് വേണ്ടി, അവരുടെ സമൂഹത്തിന്റെ സദാചാരത്തിനു വേണ്ടി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് എന്റെ കയ്യിൽ ഇപ്പൊ പേപ്പർ ഒന്നും തരരുത്. പ്രസംഗം തരുന്നത് എനിക്ക് ഇന്ന് കുറച്ച് പ്രസംഗിക്കണം. അവിടെ ഇപ്പൊ കുട്ടിയെ ഹാഫിളാക്കാൻ ആഗ്രഹമുള്ളവർ ധാരാളം പേരുണ്ട്. എന്റെ സ്ഥാപനത്തിലേക്ക് 6666 തരാനും, എന്റെ സ്ഥാപനം ഇൻഷാ അല്ലാഹ് ഒറ്റപ്പാലത്ത് റമദാനോടുകൂടി തുടങ്ങുകയാണ്. 30 കുട്ടികൾക്കാണ് അഡ്മിഷൻ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ തന്നെ ഏതാണ്ട് ഒരു 500-ലധികം അപേക്ഷകളായി കഴിഞ്ഞു. അതിൽ നിന്ന് ഇന്റർവ്യൂ നടത്തിയിട്ടാണ് ആളുകൾ എടുക്കുക. പെട്ടെന്ന് അഡ്മിഷൻ കൊടുക്കില്ല. അതിന്റെ വിശദാംശങ്ങളൊക്കെ അവസാനം ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. അതുവരെ ക്ഷമിച്ചിരിക്കും. ഇപ്പൊ ആരും പേപ്പറൊന്നും കൊണ്ടുവന്ന് ഒരു സംശയവും ചോദിക്കരുത്. വിഷയം മാറിപ്പോകും. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും അവസാനം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഇൻഷാ അല്ലാഹ് അഷ്റഖ പാടി ദുആ ചെയ്ത് സ്വലാത്തിന്റെ ഈ മഹാദുആയുടെ സദസ്സിൽ അല്ലാഹുവേ, ഞാൻ ഒത്തിരി ആഗ്രഹങ്ങളുമായി വന്നതാണ്. അത് ഇന്ന് എനിക്ക് സാധിച്ചു കിട്ടണമെന്ന ആഗ്രഹത്തോടെ ഈ ബക്കറ്റുമായി ഈ സംഘാടകർ നിങ്ങളുടെ മുമ്പിൽ വരും. എല്ലാവരും അതിൽ അവരുടെ സദക്കകൾ നന്നായി കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരാൾ പോലും ഒഴിവാകരുത്. ഈ സദസ്സിൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലിരുന്ന് ഈ സ്വലാത്ത് കൊണ്ട് എന്റെ എല്ലാ വിഷമങ്ങളും മാറും എന്ന ഉറപ്പോടെ എല്ലാ സഹോദരങ്ങളും ഇൻഷാ അല്ലാഹ് അക്കാര്യത്തിൽ ഒന്ന് പങ്കാളികളാവുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇന്നലെ 13 സഹോദരങ്ങൾ 66,666 6666 അല്ല, 66,666 പേര് 6 രൂപ. ഉസ്താദ് പറഞ്ഞാൽ ശരിയല്ലേ? നിങ്ങൾ 6,666 എന്ന് കരുതി. സൗദി പറഞ്ഞതും തെറ്റി.
60,666 അല്ല, 66,606 കൊണ്ടുള്ളൊരു കളിയാണ്. ആ കളി കൊണ്ടാണ് 30,000-ലധികം ആളുകൾ ഇന്ന് സന്തുഷ്ടരാണ്. അതുകൊണ്ട് ഈ വന്നതൊക്കെ അതിനു വേണ്ടിയുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതിൽ ഒരു സഹോദരൻ മാത്രം 6,666 കരുതി, ബാക്കി 12 പേർ. ഇന്ന് ബാക്കി ഒരു 21 പേരെയും കൂടെ ഇരിക്കുന്നു വേണം. ഈ 10,000-ങ്ങളുടെ ഇടയിൽ നിന്ന് ഏതെങ്കിലും 21 പേർ ഇപ്പോഴേ നിയത്ത് വെച്ചോളൂ. വേറെ ചോദ്യമൊന്നുമില്ല. സംസാരി കേൾക്കുന്നുണ്ട? ഇപ്പോഴേ നെയ്യത്ത് വെക്കണം. 66,666 രൂപ. തിരൂരിപ്പ എന്റെ നാട് മാതിരിയായി. ഏതാണ്ട് കുറെ ആളുകളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പെരിന്തൽമണ്ണ അറിയാം, നിങ്ങളെ വിടുന്നില്ല. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന ദുആയോടെ പറയാനുള്ള കാര്യമൊക്കെ ഇടയ്ക്കങ്ങ് പറഞ്ഞു തീർക്കുക. ഇനി പ്രസംഗം കണ്ടിന്യൂ ആയിട്ട് പോകേണ്ടതുള്ളത് കൊണ്ട് അവസാനം എല്ലാം വായിച്ച് ഇവിടെ ഇരുന്ന് നമ്മൾ ദുആ ചെയ്യും. എല്ലാവരും ബക്കറ്റ് എന്ത് ഈ പച്ച മലക്കുകൾ എന്തെടുക്ക വിളിച്ചോണ്ട് ഈ കുമ്പത്തിൽ ഹളറാകും തല വെച്ച് നടന്നിട്ട് മതി. ബക്കറ്റ് കൊണ്ടുപോവാ. എന്താ സലാമായി നിങ്ങൾ ഇവിടെ ഇരിക്കുക. പെട്ടെന്ന് പോയി ഇതെല്ലാം നടക്കട്ടെ. പെട്ടെന്ന് ഒരു വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഇതിലൊന്നും വലിയ പ്രസംഗമൊന്നും പ്രതീക്ഷിക്കണ്ട. ഇത് സലാത്തിന്റെയും ദുആയുടെയും സദസ്. പ്രസംഗം ഞാൻ എല്ലായിടത്തും നടന്നു പറയുന്നുണ്ട്. ഹബ്ബ് റസൂൽ പ്രഭാഷണമൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രയാസങ്ങളും മാറ്റി തരട്ടെ. ആദ്യം ഞാൻ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത്രയും സലാത്ത് നടക്കും. അതിന്റെ ഇടയിലേക്ക് ഞാൻ എന്റെ കുടുംബം മുഴുവനും ഉണ്ട് ഇവിടെ. ഇൻഷാ അല്ലാഹ് എന്റെ കുടുംബത്തിന് വേണ്ടി എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാവാൻ, മക്കള് നല്ല ഹാഫിളീങ്ങളാവാൻ ആ ഒരു നിയത്തോടെ ഒരു നല്ല സംഖ്യ ഞാൻ ബക്കറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. ആ രണ്ടാമതിന് നിങ്ങളാണ്. ഞാൻ ആ നോട്ടെടുത്ത് മുകളിൽ വെക്കണം. ഒരു മുസ്ലിയാർ ഇത്ര ഇടണമെങ്കിൽ പിന്നെ നിങ്ങൾ എത്ര ഇടണം? മുസ്ലിയാരെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും ചെറിയ ശമ്പളം വാങ്ങിക്കുന്ന ആളാണ് അല്ലേ? മുസ്ലിയാരുടെ ശമ്പളം റോസറ്റിലെ വെള്ളം മാതിരിയല്ല. ഇത് കൂടില്ല കുറയില്ല. അങ്ങനെ തന്നെ എല്ലാവരും ഒരാൾ പോലും ഒഴിവാകരുത്. ഉള്ളത് ആ ബക്കറ്റിലേക്ക് കൃത്യമായി. ബക്കറ്റ് നിങ്ങളുടെ കൈ അടുത്ത് വന്നില്ലെങ്കിൽ കൊണ്ടുപോയി ഇടണം. കാരണം ഇന്നത്തെ സലാത്ത് അങ്ങനെയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. എറണാകുളം ജില്ലയിൽ നിന്നൊക്കെ ആലുവയിൽ നിന്നൊക്കെ ധാരാളം സഹോദരങ്ങൾ എത്തിയിട്ടുണ്ട്. എന്റെ എല്ലാ പ്രഭാഷണത്തിലും എത്തുന്ന എന്റെ പ്രിയപ്പെട്ട എന്റെ കൽബിലെ കൂട്ടുകാർ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇന്നലെ വയനാട്, പാലക്കാട് നിന്നൊക്കെ ആളുകൾ വന്ന് റൂം എടുത്ത് താമസിക്കാണ്. ഇവിടെ ഒരു റൂമും ഇല്ല തിരൂരിൽ. 3 സലാത്ത് ചൊല്ലിക്കോളിൻ റഫഅനാലക ദിക്റക്ക് നമ്മൾ തുടങ്ങാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ പുണ്യമായ സദസ്സിലേക്ക് 1000 ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ച് ഈ ബക്കറ്റിലേക്ക് സദഖ ചെയ്യുന്നവർ, അവസാനം നടക്കുന്ന ലക്ഷക്കണക്കിന് സലാത്തിന്റെ മജ്ലിസിലേക്ക് 1000 നീറിപ്പുകയുന്ന വേദനകളായി, പ്രയാസങ്ങളായി, ദുഃഖങ്ങളായി അല്ലാഹുവേ മാറാൻ ആഗ്രഹത്തോടെ ആ കൈകളാ സദഖയിലേക്ക് നീടുന്നവർ, മരണം വരെ ആ കൈ മറ്റൊരാളുടെ മുമ്പിൽ നീട്ടാൻ നീ ഇടവരുത്തല്ലേ അല്ലാ. ഏതാഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണോ സബലീകരിക്കണേ തമ്പുരാനെ. പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാഹുവേ. നന്മകളെ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. രോഗികളാണെങ്കിൽ രോഗങ്ങളെ നീ ശിഫയാക്കണേ അല്ലാ. പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ. റബ്ബേ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ. അവരുടെ കച്ചവട മേഖലകളിൽ, ജോലികളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സ്വർണ്ണാഭരണം കൊണ്ടുവന്ന സഹോദരിമാർ, നിങ്ങളുടെ കുഞ്ഞു മക്കളുണ്ടാവും, അവരുടെ കയ്യിൽ ഇങ്ങോട്ട് കൊടുത്തു വിടണം. ഞാൻ കുവൈത്തിൽ സംസാരിക്കുമ്പോൾ ഒരു സഹോദരി, ഞാൻ പടച്ചോനെ എന്നെ ലക്ഷ്യവാക്യമാണോ അല്ലാഹു. സദ്ദാം കുവൈത്തിലെ ഷെയ്ഖ് ജാബറിന്റെ കൊട്ടാരം ലക്ഷ്യമാക്കിയാണ് ആദ്യത്തെ മെസ്സേജ് വിട്ടത്. കാരണം ഏറ്റവും വലിയ എതിരാളി ജാബർ.
ഈ സർവ്വ കൂടിയാട്ടത്തിന് നേർച്ചയ്ക്കെതിരെ പ്രസംഗിക്കുന്ന ആള് ഞാനായിട്ട് എനിക്കെതിരെയാണോ വിഷയം എന്നറിഞ്ഞു? ഞാനിത് അവസാനം വരെ പറയും. ആർക്ക് ഇഷ്ടപ്പെട്ടാലും ശരി, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് എന്റെ റബ്ബിനോട് സമാധാനം പറയും. ഇതൊക്കെ ഒരു ഇസ്ലാമികമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഹബീബായ മുത്തു പറഞ്ഞ ഒന്നാണ് പ്രവാചകന്റെ ജന്മദിനത്തിന് നാട്ടിക്കൂട്ടുന്നതെന്ന്. വീട്ടിലാണില്ലേ? അതായി എല്ലാരും വന്ന 2 പെണ്ണൊക്കെ കെട്ടണമെന്ന്. ഒന്നില്ലെങ്കിൽ അടുത്തത് കൂട്ടിരുന്നോളൂ. 2 പേരും വീട്ടിൽ പറഞ്ഞൊക്കെ ഇരിക്കും. ഇപ്പൊ വയസ്സാം കാലത്ത് അങ്ങനെ മോഹമൊന്നും വേണ്ട. ഒന്നാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. അള്ളാഹു അങ്ങനെ തന്നെ ആക്കി തരാം. വാശിക്കാം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ധാരാളം ആളുകൾ നിൽക്കുന്നുണ്ട്. 6 മണിക്ക് തന്നെ ഈ ഗ്രൗണ്ട് പരിഞ്ഞു. ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. വാർഷിക പ്രഭാഷണം, ഹുബ്ബുർ റസൂൽ പ്രഭാഷണം, അതിനൊക്കെ ഒരു വലിയ പ്രഭാഷണം ആഗ്രഹിച്ചിട്ടല്ല. അന്നൊരു വലിയ പ്രഭാഷണം ഒന്ന് ചിന്തിക്കരുത്. അന്ന് ഈ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ദുആയുടെ മാത്രം, അതിലാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ കാര്യങ്ങൾ നമുക്ക് നടന്നിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും പെരിന്തൽമണ്ണയിലും മലപ്പുറത്ത് കോഴിക്കോട് എല്ലായിടത്തും പോകുമ്പോൾ എത്തുന്നവരൊക്കെ നമ്മുടെ ഒരു സ്നേഹവൃന്ദം ഒരുമിച്ചൊരിടത്തു കൂടി. ഇന്നത്തെ വിഷയം സലാത്താണ്. ഇതൊരു പ്രസംഗമായിട്ട് നിങ്ങൾ ആരും കരുതണ്ട കേട്ടാ. ഒരു പ്രസംഗമായിട്ട് കരുതണ്ട. പ്രസംഗിക്കാൻ ഞാൻ 19-ാം തീയതി ഏതാ സ്ഥലം? പനമ്പാലത്ത്. ഈ 19-ാം തീയതി, ഫെബ്രുവരി 19-ാം തീയതി പനമ്പാലത്ത് ഞാൻ വരുന്നുണ്ട്. പിരിവേ ഇല്ല. അള്ളാഹു അവർക്ക് നല്ല തൗഫീഖ് കൊടുക്കട്ടെ. അവര് പോസ്റ്ററിൽ തന്നെ അടിച്ചിട്ടുണ്ട് ഈ പരിപാടിയിൽ പിരിവില്ല. ഒരു ബക്കറ്റ് പിരിവ് മാത്രമേ ഉണ്ടാവും. ഒന്നുമില്ല. അവരെ ചെലവിനുള്ള ഒരു ബക്കറ്റ് ഇങ്ങനെ വരും, ഇഷ്ടമുള്ളവർ കൊടുക്കും. ഖബറിലെ ആദ്യ രാത്രി എന്ന ഞാൻ പറഞ്ഞ വിഷയത്തിന്റെ മറ്റൊരു ഭാഗം ഇൻഷാ അല്ലാഹ് അവിടെ വെച്ച് കരയാൻ തയ്യാറുള്ളവരൊക്കെ പോരെ. അന്ന് വിഷയമായിരിക്കും. ഖബറിലെ ആദ്യ രാത്രിയാണ് വിഷയം. ഖബറിലെ ആദ്യ രാത്രി. ഞാൻ മിനിങ്ങാന്ന് കുവൈറ്റിൽ പറഞ്ഞു. ഇന്നും അവിടെ നിന്ന് വിളിച്ചപ്പോ അവരാ ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല. നിങ്ങൾക്കൊരു കഥ കേൾക്കണോ? കുവൈറ്റില് 2 സംഘടനകളാണ്. രണ്ടും നമ്മുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സമസ്തയുടെ കീഴിലുള്ള 2 സംഘടനകൾ. 2 പേരും 2ആയിട്ട് പ്രവർത്തിക്കുക. എന്തോ ചെറിയ അഭിപ്രായ വ്യത്യാസം. എല്ലാ ആളുകളും പോയി യോജിപ്പിക്കാൻ നടന്നില്ല. ഖബറിലെ ആദ്യ രാത്രി ഞാൻ പ്രസംഗിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങളൊന്ന് ഒന്നാവാൻ. അൽഹംദുലില്ലാഹ് ഇന്നലെ അവർ ഒന്നായി. അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. 2ആയി നിന്ന ആളുകളെ ഒന്നിക്കാൻ ഒരു വിഷയത്തിന് കഴിഞ്ഞെങ്കിൽ ആ വിഷയമാണ് 19-ാം തീയതി ഇൻഷാ അല്ലാഹ് പനമ്പാലത്ത് പറയും. അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന ദുആയോടെ ധാരാളം ആളുകൾക്ക് ദുആയി സലാത്ത് ചൊല്ലാനുള്ള ഒരു സദസ്സായി, അല്ലാതെ ഒരു പ്രസംഗത്തിന്റെ ഗരിമ ഇവിടെ കാണിക്കാൻ കഴിയില്ല. അള്ളാഹു സ്വീകരിക്കുമാറാകും. സൗദിയുടെ പരാതി ഞാൻ ഇച്ചിരി പ്രസംഗിക്കണമെന്ന് അല്ലേ? ആളി 5 അടി 5 ഇഞ്ചേ ഉള്ളെങ്കിലും അൽഹംദുലില്ലാഹ് സംഘാടകൻ എന്ന രീതിയിൽ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അള്ളാഹു നല്ല ഐശ്വര്യം കൊടുക്കട്ടെ. മക്കളെ സാലിഹ്യങ്ങളാക്കുമാറാകട്ടെ. അവസാന മനസ്സ് ദർസി ജീവിതത്തിൽ അള്ളാഹു എല്ലാവിധ ആഖിബത്തും അള്ളാഹു നന്നാക്കി തരട്ടെ. എല്ലാവരും ഒക്കെ എത്തിയ ഗൾഫുമാർക്ക് എത്തിയെന്നൊക്കെ കടയ്ക്ക് അടച്ച ചുമട്ട് തൊഴിലാളികളുണ്ട്. പാവങ്ങളെ ജീവിതത്തിന്റെ ചുമടും താങ്ങി നടക്കുന്ന അള്ളാഹു സ്വീകരിക്കട്ടെ. വല്ല പുറകെ കൂടെ വന്നാൽ പറയണം കേട്ടോ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ നബി, അങ്ങേ ഞാൻ പ്രകീർഷിച്ചത് മാത്രമല്ല, അങ്ങേ ഞാൻ സ്നേഹിച്ചതിന് മാത്രമല്ല, പ്രവാചകന്റെ നാവും ഹൃദയവും നെഞ്ചും അവിടുത്തെ റിസാലത്തിന്റെ ശരീരം മുഴുവനെ വല്ലാതെ പറയുമ്പോ എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തെ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നബിയേ فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا. അള്ളാഹുവിന്റെ തിരുദൂതനെ അങ്ങയുടെ ശരീരത്തിൽ അങ്ങ് ഈ സമുദായത്തിന്റെ ധർമ്മപാതയിലൂടെ വ്യതിചലിച്ചു പോകുമ്പോ അവരെ ഒത്തിട്ട് അങ്ങയുടെ ശരീരം എന്തിനാണ് ഇങ്ങനെ ക്ഷീണിപ്പിച്ചു കളയുന്നതെന്ന് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
മൊത്തം ശരീരത്തെ തന്നെ ഖുർആനിലൂടെ അവതരിപ്പിച്ചു തരുമ്പോ അങ്ങനെ അള്ളാഹു പറയുക മാത്രമല്ല, അങ്ങയുടെ ഈ ശരീരത്തിന്റെ വർണ്ണപ്രപഞ്ചത്തെ ഞാൻ മാത്രം പറയലല്ല, അവസാനം വരെ ഖിയാമത്ത് നാൾ വരെ പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ നബിയേ അങ്ങയുടെ നാമത്തെ ഞാൻ ഈ ഭൂലോകത്ത് നിലനിർത്തുക തന്നെ ചെയ്യും നബിയേ. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ആരെടുത്താലും ആര് പുലഭ്യം പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞാലും അള്ളാഹുവിന്റെ തിരുദൂതര് ഏതൊക്കെ എഴുത്തുകാരൻ വന്നാലും ഡെൻമാർക്കിലെ കാർട്ടൂണിസ്റ്റുകൾ വന്നാലും വർഗീയവാദികളുടെ വിശന്തപ്പുന്ന നാവിലൂടെ പുറത്തോട്ട് വന്നാലും ഇല്ല നബിയേ ഇല്ല. അങ്ങയുടെ ഏറ്റവും വലിയ പ്രഭാപൂരിതമായ വ്യക്തിത്വത്തിന്റെ കളങ്കണ്ടാണ് ലോക ജനകോടിയുടെ മനസ്സെന്ന മാണിക്ക കൊണ്ടാരത്തിൽ നിന്ന് അങ്ങയുടെ നാമത്തെ പിടിച്ചിറക്കാൻ കഴിയില്ല നബിയേ. അങ്ങയുടെ നാമം ഈ ലോകത്ത് 24 മണിക്കൂറും അന്തരീക്ഷ വായുവിൽ ഒരേ സമയത്ത് മുഴങ്ങി കേൾക്കുന്ന വാക്കേറ മുഹമ്മദ് 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 സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്തെന്നറിയോ? ഉദയാസ്തമയങ്ങൾക്ക് വ്യത്യാസമുണ്ട്. തിരുവനന്തപുരത്ത് 12:35 സമയമാകുമ്പോ ആ സമയത്ത് യഥാർത്ഥത്തിൽ കോഴിക്കോട് 12:36 ആയിട്ടുണ്ടാവും. കോഴിക്കോട് 12:36 ആകുമ്പോ ചിലപ്പോൾ ഡൽഹിയിൽ 12:38 ആയിട്ടുണ്ടാകും. ഒരേ സമയത്ത് ഒരേ വ്യത്യാസമല്ല. ഇന്നിവിടെ പാതിരാത്രിയാണെങ്കിൽ ഭൂമിയുടെ മറുഭാഗത്ത് ഈ സമയത്ത് പട്ടാപ്പകല. ഈ സമയത്ത് നമുക്ക് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. ആ സൂര്യൻ ഈ ഭൂമിയുടെ മറുഭാഗത്ത് ഉദിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് റബ്ബേ മശ്രിഖൈനി വറബ്ബേ മഗ്രിബൈൻ. ഒരു ദിവസം ഒരു ഭാഗത്ത് രാത്രിയാകുമ്പോ മറുഭാഗത്ത് പട്ടാപ്പകലാണെന്നിരിക്കെ ഇൻഷാ അല്ലാഹ് ഇന്ന് ലോക നമസ്കാരത്തിന്റെ സമയത്ത് 12:35 തിരുവനന്തപുരത്ത് ഞാൻ ഈ വിനീതം ജോലി ചെയ്യുന്ന കേരളത്തിന്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് മണക്കാട് സെൻട്രൽ ജുമാ മസ്ജിദില് സാഹിബ് ബാങ്ക് വിളിക്കാൻ വേണ്ടി മൈക്കോൺ ചെയ്യുമ്പോ 12:35 അവിടെ ളുഹർ ബാങ്ക്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ നാമം തന്നെ നാവിലൂടെ പറയുമ്പോ അന്തരീക്ഷ വായുവിലേക്ക് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന പ്രവാചകന്റെ നാമം എങ്ങനെ അലയടിച്ചുയരുമ്പോ അതേ സമയത്ത് കോഴിക്കോട് വേണ്ട, അതേ സമയത്ത് തിരൂര് ചൗട്ടുമാ മസ്ജിദിലെ മുഅദ്ദിൻ ബാങ്ക് വിളിക്കുകയാ. ആ സമയത്ത് 1 മിനിറ്റ് എങ്കിലും വ്യത്യാസം ഉണ്ടാവും. അവിടെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തിരൂര് ജുമാ മസ്ജിദിലെ ബാങ്ക് മുഴങ്ങി അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. തിരൂര് ജുമാ മസ്ജിദിലെ ബാങ്ക് അവസാനിക്കുമ്പോ അതാ കാസർഗോഡ് ടൗൺ ജുമാ മസ്ജിദിലെ ബാങ്ക് മുഴങ്ങി അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമമേ അന്തരീക്ഷ വായുവിലൂടെ ഉദിച്ചുയരുമ്പോ ആ സമയത്ത് ഡൽഹി ജുമാ മസ്ജിദിൽ മിഹ്റാബിന്റെ പുറകിൽ മുഅദ്ദിൻ സാഹിബിന്റെ നാമം മുഴങ്ങി അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നാമം അവസാനിച്ചു കഴിയുമ്പോ അതാ ലാഹോറിലെ പാകിസ്ഥാനിലെ ലാഹോർ ജുമാ മസ്ജിദിന്റെ മുകളിലൂടെ അവിടുത്തെ മുഅദ്ദിന്റെ ശബ്ദം ഉയരുകയാണ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഓരോ സമയ വിശ്വാസത്തിനനുസരിച്ച് അവസാന ലോകത്താദ്യമായി പത്രം വായിക്കുന്ന ഫിജി എന്ന രാഷ്ട്രത്തില് പോലും 24 മണിക്കൂറും 5 ബാങ്കിലൂടെ അള്ളാന്റെ റസൂലിന്റെ നാമം ഇങ്ങനെ അന്തരാക്ഷ വായുവിലൂടെ ഒരേ സമയത്ത് മുഴങ്ങി കേൾക്കുമ്പോ ചെറുപ്പക്കാരാ, നീ ആരുടെ നായകനാ? നിന്റെ നായകനാരാ? ലോകത്തൊരാൾക്ക് പോലും കഴിയാത്ത കാറൽ മാർക്സിനും ഏംഗൽസും ഒക്കെ പ്രത്യയശാസ്ത്രത്തിന്റെ വാർഷിക ആഘോഷങ്ങളിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും വെയിറ്റിംഗ് ഷെഡിലോ അതല്ലെങ്കിൽ ലൈബ്രറിയുടെ നാമത്തിന്റെ മുകളിലോ ലോക നേതാക്കന്മാര് ജീവിച്ചിരിക്കുമ്പോ 24 മണിക്കൂറും പച്ചയായ മനുഷ്യന്റെ നാവിലൂടെ 24 മണിക്കൂറും അന്തരീക്ഷ വായുവില് പേര് മുടങ്ങി കേൾക്കുന്ന ആ ഒരു സ്നേഹത്തിന്റെ അനുരാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് അനുരാഗത്തിന്റെ പ്രതിഫലമായി കൊടുത്ത നബിയേ, അങ്ങകര റൗളാ ശരീഫിന്റെ ചാരത്തേക്ക് പോയാൽ അങ്ങയുടെ നാമം ഇവിടെ നിൽക്കില്ല നബിയേ. അങ്ങയുടെ ഈ നാമം ഈ ലോകത്ത് നിലനിൽക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയേറെ അനുരാഗം ചൊരിച്ച
وإني لتروني لذكراك حسة كمن طافل الصفور وبلاله القطر. സാധാരണ അനുരാഗത്തിന്റെ അടയാളം പറയുമ്പോ എന്റെ കാമുകിയുടെ നാമം എന്റെ മനസ്സിലോർമ്മ വരുമ്പോ ആ സമയത്ത് നനഞ്ഞു നിൽക്കുന്ന കുരുവിക്ക് രോമാഞ്ചം ഉണ്ടാകുന്നത് പോലെ എനിക്ക് രോമാഞ്ചം ഉണ്ടാകുമെന്ന് പാടിയ കാമുകനെ പോലെ മോനെ അനുരാഗ ഹൃദയത്തിൽ വരുന്നത് പെടാ. 5 നേരം നമ്മുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ആരുടെ പേരാ പറയുന്നത്? ആരാ? റൗളാ ശരീഫിന്റെ ചാരത്ത് കിടന്നുകൊണ്ട് സാക്ഷാൽ മുഹമ്മദ് അസദ് പോലും പറഞ്ഞില്ലേ, പച്ചക്കുപ്പിയുടെ കീഴിൽ അന്തി ഉറങ്ങുന്ന നേതാവേ, അങ്ങയുടെ അനുയായികളെ സ്നേഹിച്ചതുപോലെ ലോക ചരിത്രത്തിൽ ഒരു നേതാവിനെ അനുയായികളെ സ്നേഹിച്ചിട്ടില്ലെന്ന് സാക്ഷാൽ മുഹമ്മദ് അസദ് പോലും പച്ചക്കുപ്പിയുടെ താഴെ പോയി പറഞ്ഞ ലോകത്തിന്റെ നായകന്, എന്റെയും നിങ്ങളുടെയും നേതാവ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. പോരാ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഇന്ന് സലാത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടെ എന്തിനു വന്നതാണ്? സലാത്ത് ചൊല്ലാനല്ലെങ്കിൽ ഈ സദസ്സ് എന്തിനാണ്? എന്റെയും നിങ്ങളുടെയും നേതാവ് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. വിഷയം വിശാലമാണ്, തീർന്നില്ല. അള്ളാഹുവിനെതിരെ സംസാരിച്ചവരെ അള്ളാഹ് വെറുതെ വിട്ടിട്ടുണ്ട്. അള്ളാഹുവിനെതിരെ സംസാരിച്ച ആളാണ് ഫിറഔൻ. അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹിനെ അമ്പെയ്തു കൊല്ലാൻ ആകാശ ഗോപുരമുണ്ടാക്കി അള്ളാഹുവിനെ അമ്പെയ്യാൻ പോയ ആളാണ് ഫിറഔൻ. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം അറിയാൻ ഇങ്ങോട്ട് നോക്ക്. ഫിറഔൻ അള്ളാഹിനെ വെല്ലുവിളിച്ചവനാണ്. ഞാനാണ് അള്ളാഹ് എന്ന് പറഞ്ഞവനാണ്. അള്ളാഹുവിനെ കൊല്ലാൻ ആകാശത്ത് ഗോപുരം കെട്ടി അമ്പം വില്ലും കുറച്ച ആളാണ് ഫിറഔൻ. ആ ഫിറഔനെ അള്ളാഹു ദുനിയാവിൽ ഒന്നും ചെയ്തില്ല. അള്ളാഹു പറഞ്ഞു ഫിറഔനെ അള്ളാഹു വളർത്തി അങ്ങോട്ട് വിട്ടു. ഫിറഔനിന് ക്യാൻസർ വന്നിട്ടില്ല. ഉണ്ടോ? ഫിറഔനിന് ബ്രെയിൻ ട്യൂമർ വന്നോ? ഇല്ല. ഞാനാണ് അള്ളാഹ് എന്ന് പറഞ്ഞപ്പോ അള്ളാഹു അവനെ ഒരു രീതിയിലും പരീക്ഷിച്ചില്ല. ഫിറഔന് ക്യാൻസറും വന്നില്ല, ബ്രെയിൻ ട്യൂമറും വന്നില്ല, അയാൾക്ക് ആക്സിഡന്റും ഉണ്ടായില്ല. എന്ന് മാത്രമല്ല, അയാളുടെ സമ്പത്തിൽ വല്ലാതെ വർധനവുണ്ടായിക്കൊണ്ടേയിരുന്നു. പക്ഷേ കാരണം അവൻ വെല്ലുവിളിച്ചതാരെയാ? അള്ളാനെയാണ്. അള്ളാനെ വെല്ലുവിളിച്ചാൽ അള്ള വെറുതെ വിടും. സാധാരണ നമ്മൾ പറയൂലേ, എന്നെ എന്തും പറഞ്ഞാൽ ഞാൻ സഹിക്കും. എന്റെ ഉമ്മാനെ പറഞ്ഞ എന്തും പറഞ്ഞാൽ ഞാൻ സഹിക്കും. പക്ഷെ എന്റെ ഉമ്മാനെ പറഞ്ഞാൽ ഞാൻ സഹിക്കുവോ? നമ്മളെ ഒരാള് തെറി വിളിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? പരമാവധി സഹിക്കും. ഉമ്മാനെ കുട്ടി വിളിച്ചാലോ അന്ന് അവന്റെ മയ്യത്തെടുത്തിട്ട് പോകും. കാരണം എന്താ? ഉമ്മായോട് അവൻ അത്രയ്ക്ക് അനുരാഗമുള്ളത് കൊണ്ടാണ്. ഒരാമീൻ പറയും, അല്ലാഹുവേ നീ ഇവർക്ക് സന്മാർഗം കൊടുക്കണേ. ഒരാമീൻ പറയും, സഹോദരങ്ങളെ അല്ലാഹുവേ നീ ഇവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ഹൃദയത്തിൽ ഒരു നന്മയുടെ പ്രകാശം നീ നൽകണേ അല്ലാഹുവേ. അവരറിയാതെ ചെയ്യുന്നതാണെങ്കിൽ നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. കാരണം ഞാൻ ഇങ്ങനെ പറയാൻ കാരണം അവരുടെ കാര്യത്തിൽ ഒരു പേടി എനിക്കുള്ളത് കൊണ്ടാണ്. ഇവിടെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞ് സലാത്ത് ചൊല്ലുമ്പോ ആ സമയത്ത് അള്ളാന്റെ റസൂലിന് തീരെ ഇഷ്ടമില്ലാത്തതൊന്ന് മറുഭാഗത്ത് വെടിപൊട്ടിക്കുമ്പോ ആ സമയത്ത് തന്നെ ഞാൻ ഫിറഔന്റെ കഥ പറയുകയും ചെയ്തപ്പോ ഇതെല്ലാം കൂടെ ഒന്നിച്ചു വന്നോ എന്ന ഒരു പേടി എന്റെ മനസ്സിൽ തോന്നിയത് കൊണ്ടാണ്. ഹബീബായ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് കളിച്ചവനെ അള്ളാഹു ജീവിതത്തിൽ വിട്ടിട്ടില്ല. അള്ളാന്റെ നേരെ അള്ളാഹ്ക്ക് പ്രശ്നമല്ല. ഇതാണ് അള്ളാഹു നബിയെ സ്നേഹിച്ചതിന്റെ തെളിവ്. പക്ഷെ ഹബീബിനെ പറഞ്ഞാൽ അള്ളാഹ്ക്ക് അതുകൊണ്ടെന്താ? ഹിറാ ഗുഹയുടെ ഇരുളടഞ്ഞ ഇടനാടികൾ വന്ന് ഇക്റവുമായി കടന്നു വരുമ്പോ അവസാന വിശുദ്ധമായ ഖുർആന്റെ അവതരണം ഉണ്ടാകുമ്പോ ജബൽ അബൂ ഖുബൈസ് പർവതത്തിന്റെ മുകൾ ഭാഗത്ത് കയറി നിന്ന് അള്ളാന്റെ റസൂല് വിളിച്ചു പത്രയാ മഅ്ശറ ഖുറൈശ് യാ ബനൂ ഹാഷിം യാ ബനീ
എന്റെ കുടുംബക്കാരെ സമൂഹമേ ഇവിടെ കോടി വരിക എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂലിന്റെ വിളിയടയാളം കേട്ട് ജബൽ അബൂ ഖുബൈസിന്റെ മുമ്പിൽ തടിച്ചു കൂടിയ 10,000-കണക്കിന് മക്കാ ഖുറൈശികളോട് അള്ളാന്റെ റസൂല് പറയുകയാ, ഇതേവരെ നിങ്ങൾ കാണിച്ചു വന്നത് അനേതാരങ്ങളാ, നിങ്ങൾ ഈ കാണിക്കുന്നത് അനേതാരങ്ങളാണ്, ഈ കാണിക്കുന്നത് അഭിഷേകമാണ്. ഇത് അള്ളാന്റെ റസൂൽ ഇഷ്ടപ്പെട്ടതല്ല, ഇതല്ലാഹ് കിട്ടപ്പെട്ടതല്ല. നിങ്ങൾ ഈ കാണിക്കുന്നത്, നിങ്ങൾ ഈ കുമ്പിടുന്ന കരിങ്കൽ വിഗ്രഹങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തതാണ്. ഇത് നിങ്ങൾ ചെയ്യരുത്, ഇത് നിങ്ങൾ ചെയ്യരുത്. ബഹുദൈവാരാധനയുടെ ഭാഗം പോലെ ഈ കെട്ടുകാഴ്ചയും എഴുന്നള്ളത്തും നിങ്ങൾ ചെയ്യുന്നത് പാപമാണ്. അതുകൊണ്ട് ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, അള്ളാഹുവിനെ വിശ്വസിക്കുക, പടച്ചറപ്പിനെ വിശ്വസിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂല് പറയുമ്പോ ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ നേരെ കൈ ചൂണ്ടിയിട്ട് ഹബീബായ നബിയുടെ നേരെ ആക്രോശം തെരഞ്ഞില്ല അബൂ ലഹബ്. തബ്ബല്ലക യാ മുഹമ്മദ്, തബ്ബല്ലക യാ മുഹമ്മദ്, ഓ മുഹമ്മദേ അലിഹാദാ ജമഅതനാ, ഇത് പറയാനാണോ നീ ഞങ്ങളെ ഇവിടേക്ക് വിളിച്ചു കൂട്ടിയത്? നിന്റെ 2 കൈകൾ നശിച്ചു പോകട്ടെ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിന്റെ നെഞ്ചു വേദനിച്ചു. ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട കൊച്ചാപ്പതന്റെ കുടുംബക്കാരനാണ് അബൂ ലഹബ്. തനിക്കെതിരെ ആക്രോശം പറഞ്ഞിട്ട് നീ നശിക്കട്ടെടാന്ന് പ്രാകുമ്പോ ഹബീബായ നബിയുടെ മനസ്സുകൊണ്ട് അള്ളാഹ്ക്ക് സഹിച്ചില്ല.